ഹലോ മൈ ഡിയർ ഫ്രണ്ട്സ്, എല്ലാവർക്കും നക്ഷത്ര 1111ലേക്ക് സ്വാഗതം. അപ്പോൾ ഇന്നത്തെ നിങ്ങളുടെ ബ്ലെസ്സിങ്സ് എന്താണ് എന്ന് നോക്കാം. അതുപോലെ ഇന്ന് ഡിവൈൻ നൽകുന്ന ഗൈഡൻസ് എന്താണെന്നും നോക്കാം. ഈ സമയത്തെ നിങ്ങളുടെ എനർജി എന്താണ് എന്ന് നോക്കാം. നിങ്ങളിതുവരെ തന്ന സ്നേഹത്തിനും സപ്പോർട്ടിനും ഒരുപാട് നന്ദി. നിങ്ങൾ ആദ്യമായിട്ടാണ് ഈ ചാനൽ കാണുന്നതെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്തൊന്ന് സപ്പോർട്ട് ചെയ്യുക. അപ്പോൾ നമുക്ക് നോക്കാം നിങ്ങൾക്കുള്ള ഗൈഡൻസ് എന്താണ്, എന്ത് ബ്ലെസ്സിങ്സ് ആണ് നിങ്ങളിലേക്ക് വരാൻ പോകുന്നത്. ഓക്കെ, ഇവിടെ നമുക്ക് ഫസ്റ്റ് തന്നെ റിന്യൂവലാണ് വന്നിട്ടുള്ളത്. ഇതിൽ നിങ്ങളുടെ ഒരു കർമ്മ റിലീസായി. നിങ്ങൾ ആരോടൊക്കെയോ ഫൊർഗീവ് ചെയ്ത്, നിങ്ങളോട് തെറ്റ് ചെയ്ത ആൾക്കാരോട് നിങ്ങൾ പൂർണ്ണമായും ഫൊർഗീവ് ചെയ്ത് നിങ്ങൾ വളരെ ബോധത്തോടു കൂടി മുന്നോട്ട് പോകുന്ന ഒരു എനർജിയാണ് കാണാൻ സാധിക്കുന്നത്. കുറേ കാര്യങ്ങളിൽ നിങ്ങൾക്കൊരു തിരിച്ചറിവുണ്ടാകുന്ന ഒരു സമയമാണ്. ഒരു പുതിയ ഡയറക്ഷനിലേക്ക് നിങ്ങൾ പോകുന്നു എന്നുള്ളതാണ്. അപ്പോൾ ഇവിടെ നിങ്ങൾക്ക് കർമ്മഫലത്തെക്കുറിച്ച് തീർച്ചയായിട്ടും നിങ്ങൾക്കൊരു തിരിച്ചറിവ് വരുന്നൊരു സമയമാണ്. അപ്പോൾ ഈ സമയം എന്ത് ആറ്റിറ്റ്യൂഡാണ് എടുക്കേണ്ടത്, അല്ലെങ്കിൽ എന്ത് തീരുമാനമാണ് എടുക്കേണ്ടത് എന്നൊക്കെയുള്ളൊരു പൂർണ്ണമായിട്ടുള്ള ഒരു തിരിച്ചറിവ് നിങ്ങൾക്ക് ഈ സമയം വരുന്നു എന്നാണ് ഇവിടെ കാണാൻ കഴിയുന്നത്. അപ്പോൾ നിങ്ങളുടെ ലൈഫ് പർപ്പസ് എന്താണെന്ന് നിങ്ങൾക്ക് മനസ്സിലാകും. എന്തിനു വേണ്ടിയിട്ടാണ് നിങ്ങൾ ഈ ഭൂമിയിലേക്ക് വന്നത്, എന്തുകൊണ്ടാണ് വേദനയുള്ള കുറേ എക്സ്പീരിയൻസ് എനിക്ക് കിട്ടിയത്, ഇതൊക്കെ അറിയണമെന്ന് നിങ്ങൾ വിചാരിച്ചിരുന്നുവെങ്കിൽ ആ കാര്യങ്ങളൊക്കെ ഈ സമയം നിങ്ങൾക്ക് അറിയാൻ പറ്റുന്നു എന്നാണ് ഇവിടെ കാണാൻ കഴിയുന്നത്. പിന്നെ ഇവിടെ അടുത്തതായിട്ട് വന്നിട്ടുള്ളത് ക്യൂൺ ഓഫ് സോഡ്സിന്റെ ഒരു എനർജിയാണ്. ഇവിടെ നിങ്ങൾ സ്ട്രോങ് ആയിട്ടുള്ള തീരുമാനങ്ങൾ എടുത്ത് മുന്നോട്ട് പോകുന്ന ഒരു സാഹചര്യമാണ് കാണാൻ കഴിയുന്നത്. അപ്പോൾ ഈ സമയം തന്ത്രപൂർവം കാര്യങ്ങളൊക്കെ ചെയ്യാൻ നിങ്ങൾ ശ്രമിക്കണം എന്നുള്ളതാണ്. അതായത് നമ്മുടെ മുന്നിലുള്ള കാര്യങ്ങൾ എങ്ങനെയാണ് കൈകാര്യം ചെയ്യേണ്ടത് എന്നുള്ളൊരു ഐഡിയ ഈ സമയം നിങ്ങൾക്ക് ഉണ്ടാവണം എന്നാണ്. ഇപ്പോൾ നിങ്ങളോട് ആരെങ്കിലും എന്തെങ്കിലും കാര്യങ്ങളൊക്കെ പറയാൻ വന്നെങ്കിൽ പോലും അത് നിങ്ങൾ വളരെ ലാഘവത്തോടു കൂടി കാണാൻ ശ്രമിക്കുക. പക്ഷേ നിങ്ങളുടെ ഉള്ളിൽ മറ്റുള്ളവരെക്കുറിച്ച് വ്യക്തമായിട്ടുള്ളൊരു ധാരണയുണ്ടായിരിക്കണം. അപ്പോൾ അങ്ങനെയാണ്. അതുപോലെ തന്നെ ഈ സമയം നിങ്ങൾക്ക് ക്ലിയർ ആയിട്ടുള്ള ചിന്തകൾ ഉണ്ടായിരിക്കും. മറ്റുള്ളവരുടെ യഥാർത്ഥ ഉദ്ദേശം എന്താണ്, അവരുടെ മനസ്സിൽ ഈ ഒരു കാര്യമാണ് ഉള്ളത് എന്ന് നിങ്ങൾക്ക് മനസ്സിലാകും. അപ്പോൾ അതുകൊണ്ട് തന്നെ നിങ്ങൾ ആവശ്യമില്ലാത്ത ഒരു അറ്റാച്ച്മെന്റ് കാണിക്കാതിരിക്കുക. പ്രത്യേകിച്ചും നമ്മുടെ രഹസ്യങ്ങൾ അത് മറ്റാരോടും ഷെയർ ചെയ്യാതിരിക്കാൻ നിങ്ങൾ ശ്രമിക്കണം എന്നുള്ളതാണ് നിങ്ങൾക്ക് നൽകുന്ന ഒരു മെസ്സേജ്. അപ്പോൾ നിങ്ങളിവിടെ ഇമോഷൻസിനെ ബ്ലോക്ക് ചെയ്ത് വെക്കണം എന്നുള്ളതാണ്. ഇമോഷൻസിന് പ്രാധാന്യം കൊടുക്കാതെ നിങ്ങളുടെ ബുദ്ധി കൊണ്ട് കാര്യങ്ങളൊക്കെ തീരുമാനം എടുക്കണം എന്നുള്ളതാണ് നിങ്ങളോട് പറയുന്നത്. അപ്പോൾ ഈ സമയം എല്ലാവരോടും നന്നായിട്ട് പെരുമാറാൻ നിങ്ങൾ ശ്രമിക്കുക. ഈവൻ നമ്മളെ വേദനിപ്പിക്കുന്ന, നമ്മളെ ബുദ്ധിമുട്ടിക്കുന്ന ആൾക്കാരെ പോലും നമ്മൾ നന്നായിട്ടൊന്ന് ട്രീറ്റ് ചെയ്യുക. അവരോട് ഒരു തരത്തിലുള്ള ഒരു വൈരാഗ്യമോ ഒന്നും തന്നെ വച്ചു പുലർത്താൻ പാടില്ല എന്നുള്ളതാണ്. അപ്പോൾ ഈ സമയം നിങ്ങൾ വളരെ തന്ത്രപൂർവം കാര്യങ്ങളൊക്കെ കൈകാര്യം ചെയ്യണം എന്നുള്ളതാണ്. നിങ്ങൾ അത്രയും സ്ട്രോങ് ആണ്. അപ്പോൾ അത് മറ്റുള്ളവർക്ക് ഈ സമയം മനസ്സിലാകും എന്നാണ്. അപ്പോൾ നിങ്ങളുടെ ആറ്റിറ്റ്യൂഡ് കാണുമ്പോൾ തന്നെ മറ്റുള്ളവർക്ക് നിങ്ങളോട് ഒന്നും തന്നെ പറയാൻ തോന്നില്ല. അതായത് നിങ്ങൾ അത്രയും സ്ട്രോങ് ആണെന്നുള്ളതാണ്. അപ്പോൾ തീർച്ചയായിട്ടും നിങ്ങൾക്ക് ക്ലിയർ ആയിട്ടുള്ള തീരുമാനങ്ങൾ എടുത്ത് മുന്നോട്ട് പോകാൻ സാധിക്കും എന്നാണ് കാണാൻ കഴിയുന്നത്. പിന്നെ ഇവിടെ 9 ഓഫ് സോഡ്സിന്റെ ഒരു എനർജിയാണ്. അപ്പോൾ ഇതിൽ കുറേ പ്രശ്നങ്ങൾ നിങ്ങൾക്കുണ്ടെന്നാണ് കാണാൻ കഴിയുന്നത്. പക്ഷേ ആ പ്രശ്നങ്ങളൊന്നും നിങ്ങളെ ബുദ്ധിമുട്ടിക്കാത്ത പ്രശ്നങ്ങളാണ്.
പക്ഷേ നിങ്ങളുടെ ആവശ്യമില്ലാത്ത ആശങ്കയാണ് ഇതിൽ നിങ്ങൾക്ക് കാണുന്നത്. കാരണം ഇതിൽ ദുസ്വപ്നമൊക്കെ കണ്ടിട്ടുണ്ടാവണം നിങ്ങൾ. അതായത് രാത്രിയിലൊക്കെ ഉറക്കം നഷ്ടപ്പെട്ട ഒരു അവസ്ഥ ചില ആളുകൾക്ക് ഉണ്ടെന്നുള്ളതാണ് കാണാൻ കഴിയുന്നത്. അപ്പോൾ ഈ ഒരു സ്വപ്നങ്ങളെന്ന് പറയുന്നത് നിങ്ങളുടെ മനസ്സിൻ്റെ ആകുലതകളോ അല്ലെങ്കിൽ നിങ്ങൾക്ക് പാസ്റ്റിലെ ഡ്രോമയോ ഒക്കെ നിങ്ങളുടെ സ്വപ്നങ്ങളായിട്ട് വരാം. അപ്പോൾ ഉള്ളിലുള്ള ആശങ്കകളാണ് നെഗറ്റീവായിട്ടുള്ള സ്വപ്നങ്ങളായിട്ട് നമുക്ക് വരുന്നത്. അപ്പോൾ തീർച്ചയായിട്ടും ഇതിൽ നിങ്ങൾ വലിയ മാനസിക വിഷമത്തിലൂടെയും ഉറക്കമില്ലാത്ത രാത്രികളിലൂടെയുമാണ് നിലവിൽ കടന്നു പോകുന്നത് എന്നാണ് കാണാൻ കഴിയുന്നത്. ഇല്ലാത്ത കാര്യങ്ങളെപ്പറ്റി ഓർത്ത് നിങ്ങൾ ഭയപ്പെടുന്നുണ്ടാവാം. അതായത് നിങ്ങൾ ഓവർ തിങ്ക് ചെയ്യുന്നുണ്ടാവാം. നിങ്ങൾക്ക് ചുറ്റും നെഗറ്റീവായിട്ടുള്ള സിറ്റുവേഷൻസ് ആണെന്ന് വിചാരിച്ച് സമാധാനം നഷ്ടപ്പെട്ട അവസ്ഥയിൽ നിങ്ങൾ പോയിക്കൊണ്ടിരിക്കുന്നു എന്നുള്ളതാണ്. ഒരുപക്ഷെ അപ്രതീക്ഷിതമായ എന്തെങ്കിലും മാറ്റങ്ങളോ എന്തെങ്കിലും തകർച്ചകളോ ഒക്കെ നിങ്ങളുടെ ജീവിതത്തിൽ സംഭവിച്ചിട്ടുണ്ടാവാം. അത് ചിലപ്പോൾ നിങ്ങളുടെ ബന്ധങ്ങളിലാവാം, അല്ലെങ്കിൽ നിങ്ങളുടെ ജോലി ചെയ്യുന്ന ആ ഒരു സ്ഥലത്ത് ജോലിയിലോ സാമ്പത്തിക പരമായിട്ടുള്ള കാര്യങ്ങളിൽ. അപ്പോൾ അത് നിങ്ങളെ ഇങ്ങനെ വല്ലാതെ തളർത്തിയിട്ടുണ്ടാവാം. പക്ഷേ ഇവിടെ നിങ്ങൾക്ക് ഡിവൈൻ നൽകുന്ന ഒരു മെസ്സേജ്, എന്തു ചലഞ്ചസ് വന്നാലും അവിടെ നിങ്ങൾ തോറ്റു കൊടുക്കരുത് എന്നുള്ളതാണ്. നിങ്ങൾ സാഹചര്യങ്ങളിൽ നിന്നും ഓടിപ്പോകാൻ ശ്രമിക്കരുത് എന്നുള്ളതാണ്. അങ്ങനെ നമ്മൾ ഒളിച്ചോടി പോകാൻ ശ്രമിച്ചാൽ അവിടെ സംഭവിക്കുന്നത് എന്തെന്നാൽ ആ ഒരു പ്രശ്നം അവിടെ തന്നെ നിൽക്കും. അപ്പോൾ തീർച്ചയായിട്ടും എന്തു പ്രശ്നം വന്നാലും എന്തു തടസ്സം വന്നാലും അതിനെ ധൈര്യപൂർവ്വം നേരിടണം എന്നാണ് നിങ്ങൾക്ക് ഡിവൈൻ നൽകുന്ന ഒരു മെസ്സേജ്. അപ്പോൾ നമ്മൾ ആ ഒരു കാര്യത്തെ ധൈര്യപൂർവ്വം നേരിട്ടാൽ തീർച്ചയായിട്ടും അവിടെ ഒരു വിജയം കണ്ടെത്താൻ നമുക്ക് സാധിക്കുമെന്നുള്ളതാണ്. അപ്പോൾ നിങ്ങൾക്ക് നിങ്ങളുടെ ചുറ്റുമുള്ള എതിർപ്പുകളെ തീർച്ചയായിട്ടും നേരിടാൻ സാധിക്കുമെന്ന് തന്നെയാണ് ഇവിടെ കാണാൻ കഴിയുന്നത്. പിന്നെ ഇവിടെ റിലീസാണ്. അപ്പോൾ ഇതിൽ കുറേ കാര്യങ്ങൾ എൻഡായി എന്നാണ്. അതായത് നിങ്ങളുടെ ജീവിതത്തിൻ്റെ ഒരു സ്ട്രഗ്ലിംഗ് ഫേസ് എൻഡായി. നിങ്ങളുടെ കർമ്മ അത് കുറേ റിലീസായി എന്നാണ്. നിങ്ങൾക്ക് വേണ്ടായിരുന്ന എന്തെങ്കിലും കാര്യങ്ങൾ നിങ്ങൾ പിടിച്ചു വെച്ചിട്ടുണ്ടെങ്കിൽ അതൊക്കെ റിലീസാക്കി എന്നുള്ളതാണ് കാണാൻ കഴിയുന്നത്. അപ്പോൾ നിങ്ങൾക്ക് ഇത്തരത്തിലുള്ള നെഗറ്റീവായിട്ടുള്ള ചിന്തകൾ വരുന്നത് അതൊക്കെ ഈ ഒരു സമയം നിങ്ങൾ റിലീസ് ചെയ്ത് കളയുക എന്നാണ് നിങ്ങൾക്ക് നൽകുന്ന ഒരു മെസ്സേജ്. അപ്പോൾ നമുക്ക് ആവശ്യമില്ലാത്ത കുറേ കാര്യങ്ങൾ നിങ്ങളിങ്ങനെ ഹോൾഡ് ചെയ്യുമ്പോഴാണ് നമുക്ക് മുന്നോട്ട് പോകാൻ പറ്റാതെ വരുന്നത്. നമ്മൾ കുറേ ഭാരം ചുമന്ന് മുന്നോട്ട് പോകാൻ നോക്കിയാൽ അതൊരിക്കലും നടക്കൂല. അങ്ങനെ നിങ്ങൾക്ക് മുന്നോട്ട് പോകാൻ പറ്റാതായിട്ടുണ്ടാവാം. അപ്പോൾ ഈ ഒരു സമയം നിങ്ങൾ മനസ്സിലാക്കുന്നുണ്ട്, ഇനി ഈ കർമ്മ ഞാൻ ചുമക്കേണ്ട ആവശ്യമില്ല. ചിലപ്പോൾ ചില വ്യക്തികളെ ആയിരിക്കാം. അപ്പോൾ അങ്ങനെ എന്താണെങ്കിൽ പോലും ഈ ഒരു സമയം അത് നിങ്ങൾ റിലീസ് ചെയ്യാൻ തീരുമാനിച്ചു എന്നാണ്. ഇപ്പോൾ മറ്റുള്ളവർ ചെയ്ത ആ ഒരു തെറ്റിൻ്റെ ഫലം ഞാൻ അനുഭവിക്കേണ്ട ആവശ്യമില്ല എന്നൊരു ദൃഢമായ തീരുമാനം നിങ്ങളിവിടെ എടുക്കുന്നു എന്നാണ് കാണാൻ കഴിയുന്നത്. അപ്പോൾ ഒരു തിരിച്ചറിവ് നിങ്ങൾക്ക് വരുന്നൊരു സമയമാണ്. നമുക്ക് നമ്മുടെ സോളിൻ്റെ ചില മെസ്സേജസ് മനസ്സിലാക്കാൻ പറ്റുന്ന ഒരു സമയം കൂടിയാണിത്. ഒരു വലിയ ചേഞ്ച് നിങ്ങൾക്ക് വേണമെന്ന് നിങ്ങളുടെ സോൾ ആഗ്രഹിക്കുന്നുണ്ട് എന്നുള്ളതാണ് ഇവിടെ കാണാൻ കഴിയുന്നത്. ചിലപ്പോൾ വേറൊരു സ്ഥലത്തേക്ക് പോകണമെന്നായിരിക്കാം. അപ്പോൾ അങ്ങനെ ഒരു വലിയ തീരുമാനം നിങ്ങൾ എടുക്കുന്നു എന്നാണ്. നിങ്ങളുടെ ജീവിതത്തിൽ നിന്ന് ഒരു വലിയ കർമ്മ ഒഴിഞ്ഞു പോകുന്ന സമയമാണിത്. ഇത് ചിലപ്പോൾ ചില വ്യക്തികൾ നിങ്ങളുടെ ജീവിതത്തിൽ നിന്ന് ഒഴിഞ്ഞു പോകുന്നതുമായിരിക്കാം. ചില സിറ്റുവേഷൻസ് അത് ഫിനിഷ് ചെയ്യുന്നതായിരിക്കാം. അപ്പോൾ എന്തായാലും ഈ സമയം ഒരു റീബർത്തിൻ്റെ ഒരു സമയമാണ്. ഈ സമയം പുതിയൊരു തുടക്കം നിങ്ങളുടെ ജീവിതത്തിലുണ്ട്. നിങ്ങളുടെ ഈ ഒരു ജന്മത്തിൽ തന്നെ നിങ്ങൾ പുതിയൊരു തുടക്കം തുടങ്ങുന്നു എന്നുള്ളതാണ്. അപ്പോൾ നിങ്ങൾക്ക് ആവശ്യമില്ലാത്ത ചില വ്യക്തികളെയോ സാഹചര്യങ്ങളെയോ നിങ്ങൾ ഇതുവരെ ചുമന്നിരുന്നുവെങ്കിൽ ഇനി അത് വേണ്ട എന്ന് നിങ്ങൾ തീരുമാനിക്കുന്നു എന്നാണ് കാണാൻ കഴിയുന്നത്. അപ്പോൾ ശരിക്കും ഒരു സ്പിരിച്വൽ ട്രാൻസ്ഫർമേഷൻ ഉണ്ട് നിങ്ങളുടെ ജീവിതത്തിൽ. നിങ്ങളുടെ സോളുമായിട്ട് കണക്ട് ചെയ്ത് നിങ്ങൾക്ക് കുറേ മെസ്സേജസ് കിട്ടുന്നുണ്ട്, കുറേ കണക്ഷൻ നിങ്ങൾക്ക് കിട്ടുന്നുണ്ട്. അപ്പോൾ ഇവിടെ സ്പിരിച്വൽ ഗൈഡൻസ് നിങ്ങൾക്ക് കിട്ടുന്നുണ്ട്. ചിലപ്പോൾ ഈ ഒരു സമയം നിങ്ങൾ എന്തെങ്കിലും ഒരു സ്പിരിച്വൽ ഗൈഡൻസ് എടുക്കുന്നതുമാകാം. അപ്പോൾ എന്തായാലും നിങ്ങൾക്ക് വളരെ വലിയൊരു പരിവർത്തനം നടക്കുന്നു എന്നാണ് ഇവിടെ കാണാൻ കഴിയുന്നത്.
ചിലപ്പോൾ പാസ്റ്റിൽ നിങ്ങളോട് ആരെങ്കിലും ചെയ്ത തെറ്റുകൾ ഓർത്ത് വീണ്ടും വീണ്ടും നിങ്ങൾ വേദനിച്ചുകൊണ്ടിരുന്നെങ്കിൽ ആ ഒരു കാര്യം നിങ്ങളിവിടെ സ്റ്റോപ്പ് ചെയ്യണം എന്നാണ് കാണാൻ കഴിയുന്നത്. പിന്നെ ഇവിടെ 9 ഓഫ് പെൻറ്റക്കിൾസിൻ്റെ ഒരു എനർജിയാണ്. അപ്പോൾ നിങ്ങളുടെ കർമ്മഫലം നിങ്ങളിലേക്ക് എത്തുന്നു എന്നുള്ളതാണ് ഇവിടെ കാണാൻ കഴിയുന്നത്. നിങ്ങൾ ചെയ്ത നല്ല കർമ്മത്തിൻ്റെ ഫലം ഈ ഒരു സമയം നിങ്ങൾക്ക് അനുഭവിക്കാൻ സാധിക്കുമെന്നുള്ളതാണ്. അതുപോലെ തന്നെ ഈ സമയം ലക്ഷറി ആയിട്ടുള്ള കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് ഉപയോഗിക്കാൻ പറ്റുന്ന ഒരു സാഹചര്യവും കാണുന്നുണ്ട്. അപ്പോൾ ഈ ഒരു സമയം നിങ്ങൾക്ക് ഫിനാൻഷ്യലി പോസിറ്റീവായിട്ടുള്ളൊരു എനർജിയാണ്. അപ്പോൾ അൺഎക്സ്പെക്റ്റഡ് ആയിട്ടുള്ള പൈസ നിങ്ങളിലേക്ക് വരാം. നിങ്ങൾ ചെയ്ത ആ ഒരു വർക്കിനുള്ള പൈസ കിട്ടാം. മാത്രമല്ല പൈസ സംബന്ധമായിട്ട് നിങ്ങൾ വളരെ ഹാപ്പി ആയിട്ടിരിക്കും എന്നുള്ളതാണ് ഈ ഒരു സമയം. അതായത് അബൻഡൻസിൻ്റെ ഒരു മൂഡ് ക്രിയേറ്റ് നിങ്ങൾക്ക് ചെയ്യാൻ സാധിക്കുമെന്നുള്ളതാണ്. അപ്പോൾ ഈ ഒരു സമയം നിങ്ങൾക്ക് ഫിനാൻഷ്യലി നിങ്ങൾ ഇൻഡിപെൻഡൻ്റ് ആകാൻ സാധിക്കുമെന്നുള്ളതാണ്. നിങ്ങൾക്ക് നിങ്ങളുടെ കാര്യങ്ങൾക്ക് വേണ്ടിയിട്ട് സ്വയം നിങ്ങൾ പൈസ ചിലവാക്കുന്ന ഒരു എനർജിയാണിത്. നിങ്ങൾക്ക് വേണ്ട കാര്യങ്ങളൊക്കെ നിങ്ങൾ വാങ്ങിക്കുന്നുണ്ടാവാം. അതായത് നല്ലൊരു ഡ്രസ്സ്, വില കൂടിയൊരു ഡ്രസ്സ് വേണം എന്ന് ആഗ്രഹിച്ചവർക്ക് അങ്ങനെ നിങ്ങൾ ഒരു ഡ്രസ്സ് വാങ്ങുന്നതാവാം. നല്ലൊരു വില കൂടിയൊരു മൊബൈൽ ഫോൺ വാങ്ങണമെന്ന് ആഗ്രഹിച്ചവർ അങ്ങനെ നിങ്ങളൊരു ഫോൺ വാങ്ങുന്നതാവാം. അപ്പോൾ തീർച്ചയായിട്ടും ഇവിടെ നിങ്ങൾ സെൽഫ് ലവ് ചെയ്തു തുടങ്ങുന്നു എന്നുള്ളതാണ്. അതായത് നിങ്ങൾ നിങ്ങളെ തന്നെ സന്തോഷിപ്പിക്കാൻ തീരുമാനിക്കുന്ന ഒരു എനർജിയാണിത്. നിങ്ങൾക്ക് വിശ്വസിക്കാനാവാത്ത സന്തോഷങ്ങൾ പല ഭാഗത്തു നിന്നും വരുന്നുണ്ട്. അത് ചിലപ്പോൾ നിങ്ങളുടെ റിലേഷൻഷിപ്പിൽ നിന്നാവാം, കരിയറിൽ നിന്നാവാം, അല്ലെങ്കിൽ പൈസ സംബന്ധമാകാം. അപ്പോൾ തീർച്ചയായിട്ടും അത്തരത്തിൽ ചില സന്തോഷങ്ങളൊക്കെ ഈ ഒരു സമയം നിങ്ങൾക്ക് അനുഭവിക്കാൻ സാധിക്കുമെന്നുള്ളതാണ് ഇവിടെ കാണാൻ കഴിയുന്നത്. തീർച്ചയായിട്ടും നിങ്ങളെടുത്ത ആ ഒരു എഫേർട്ടിന് നിങ്ങൾക്ക് അത് അർഹിക്കുന്ന ആ ഒരു ഫലം ലഭിക്കുന്നു എന്നുള്ളതാണ്. അപ്പോൾ ഈ ഒരു സമയം സാമ്പത്തിക വിഷമത്തിലൊക്കെ ഇരിക്കുന്ന ആളുകൾക്ക് നിങ്ങളുടെ ആവശ്യങ്ങളൊക്കെ നടന്നു കിട്ടുന്നതിനുള്ള പണം അത് ഈ ഒരു സമയം നിങ്ങൾക്ക് ലഭിക്കാനുള്ളൊരു സാധ്യത തന്നെയാണ് ഇവിടെ കാണാൻ കഴിയുന്നത്. പിന്നെ ഇവിടെ എംപററാണ്. അപ്പോൾ നിങ്ങളുടെ ജീവിതത്തിൽ ചില കാര്യങ്ങൾ അത് എങ്ങനെ വേണമെന്ന് നിങ്ങൾ ആലോചിച്ച് തീരുമാനിക്കുന്നു എന്നുള്ളതാണ് കാണാൻ കഴിയുന്നത്. ഒരു ലീഡർഷിപ്പ് ക്വാളിറ്റിയൊക്കെ നിങ്ങൾക്ക് ഉണ്ടായിരിക്കാം. അപ്പോൾ ഇവിടെ നല്ല ബുദ്ധിപൂർവമായിട്ടുള്ള തീരുമാനങ്ങളൊക്കെ എടുത്ത് നിങ്ങൾക്ക് മുന്നോട്ട് പോകുവാൻ സാധിക്കുമെന്നുള്ളതാണ് കാണാൻ കഴിയുന്നത്. ഒരു ഡിസിപ്ലിൻഡ് ആയിട്ടുള്ളൊരു ജീവിതശൈലി നിങ്ങൾ തുടങ്ങുന്നുണ്ടായിരിക്കാം. ചിലപ്പോൾ നേരത്തെ നിങ്ങൾ അങ്ങനെ തന്നെ ആയിരിക്കാം. ഇപ്പോൾ അത് വീണ്ടും നിങ്ങൾക്കത് വേണം. ചിലപ്പോൾ ചില സ്ഥലത്തേക്ക് പോകുമ്പോൾ നല്ല ഡ്രസ്സിൽ തന്നെ പോകണം എന്നൊക്കെ നിങ്ങൾ ചിന്തിക്കുന്നുണ്ടാവാം. അപ്പോൾ ഈ ഒരു സമയം നിങ്ങളുടെ ആ ഒരു അപ്പിയറൻസിൽ കൂടുതൽ ശ്രദ്ധിക്കുന്ന ഒരു സമയം കൂടിയാണ്. പിന്നെ ഈഗോ വരാതിരിക്കാനൊന്ന് നിങ്ങൾ ശ്രദ്ധിക്കുക. കാരണം നമ്മൾ ആഗ്രഹിക്കുന്നതൊക്കെയും നമ്മളുടെ ജീവിതത്തിലേക്ക് അതേപോലെ വരുമ്പോൾ നമുക്കൊരു ഈഗോയും വരാൻ പാടില്ല എന്നുള്ളതാണ്. നമുക്കൊരു ഈഗോ ഒക്കെ വന്നേക്കാം. അപ്പോൾ അത് നിങ്ങൾ വരാതിരിക്കാൻ ശ്രദ്ധിക്കുക എന്നുള്ളതാണ് ഇവിടെ നിങ്ങൾക്ക് നൽകുന്ന ഒരു മെസ്സേജ്. പിന്നെ ഇവിടെ ഹൈ പ്രീസ്റ്റസിൻ്റെ ഒരു എനർജിയാണ്. അപ്പോൾ നിഗൂഢമായ ഒരുപാട് കാര്യങ്ങൾ ഈ ഒരു സമയം നിങ്ങൾക്ക് വെളിപ്പെട്ട് വരുന്ന ഒരു സമയമാണ്. അത് ചിലപ്പോൾ നിങ്ങളെക്കുറിച്ചുള്ള കാര്യങ്ങളായിരിക്കാം. കുറേ ആൾക്കാർക്കും ഇവിടെ നിങ്ങളെക്കുറിച്ചുള്ള കാര്യങ്ങളാണ്. അതായത് നിങ്ങളുടെ ജന്മ ഉദ്ദേശം, നിങ്ങൾക്ക് എന്തൊക്കെ ചെയ്യാൻ പറ്റും, നിങ്ങളുടെ കഴിവുകൾ എന്തൊക്കെയാണ്, അങ്ങനെയൊക്കെ ഈ ഒരു സമയം നിങ്ങൾക്ക് മനസ്സിലാക്കാൻ പറ്റുന്നുണ്ട്. ചിലപ്പോൾ നിങ്ങൾക്ക് പലതരത്തിലുള്ള തോന്നലുകളൊക്കെ വന്നേക്കാം. മറ്റുള്ളവരെ പോലെ അല്ല, എന്തോ ഒരു പ്രത്യേകത നിങ്ങൾക്കുണ്ട്, അല്ലെങ്കിൽ എന്തൊക്കെയോ നിഗൂഢമായ കഴിവുകൾ അത് നിങ്ങൾക്കുണ്ട്, അങ്ങനെയൊക്കെ നിങ്ങൾ മനസ്സിലാക്കുന്നുണ്ട്. അപ്പോൾ ഈ ഒരു സമയം നിങ്ങൾക്ക് ഇൻറ്റ്യൂഷനിലൂടെ പല കാര്യങ്ങളും വെളിപ്പെട്ട് വരുന്നുണ്ടാവണം. ശരിക്കും ഹൈലി ഇൻറ്റ്യൂട്ടീവായ ആൾക്കാരാണ് ഈ ഒരു ഹൈ പ്രീസ്റ്റസ് എനർജിയുള്ള ആൾക്കാർ. അപ്പോൾ നിങ്ങൾക്ക് അറിഞ്ഞുകൂടാത്ത പല കാര്യങ്ങളും ഈ സമയം നിങ്ങൾക്ക് കണക്റ്റ് ആകുന്നു എന്നാണ് കാണാൻ കഴിയുന്നത്. പ്രത്യേകിച്ചും ഫെമിനിയൻ എനർജി സ്ട്രോങ് ആയിട്ട് നിൽക്കുന്ന ഒരു സമയമാണിത്. മാത്രമല്ല ഇതിൽ നിങ്ങളുടെ കാര്യങ്ങളൊക്കെ തീർച്ചയായിട്ടും നിങ്ങൾക്ക് സ്വയം മനസ്സിലാക്കാൻ സാധിക്കുമെന്ന് തന്നെയാണ്. അതുപോലെ തന്നെ നിങ്ങളുടെ ഉള്ളിൽ എന്തെങ്കിലും തരത്തിലുള്ള നെഗറ്റീവ്സ് ഒക്കെ ഉണ്ടെങ്കിൽ അതൊക്കെ ഈ ഒരു സമയം നിങ്ങൾക്ക് നിങ്ങളിൽ നിന്ന് വിട്ടുപോകുന്ന ഒരു എനർജിയാണ്. അപ്പോൾ നിങ്ങൾക്ക് നിങ്ങളുടെ ഇൻറ്റ്യൂഷനിലൂടെ നിങ്ങളുടെ സോളുമായിട്ട് കണക്ട് ചെയ്ത് പലതരത്തിലുള്ള തിരിച്ചറിവുകളൊക്കെ കിട്ടുമെന്നുള്ളതാണ്. പിന്നെ ഇവിടെ 9 ഓഫ് വാൻഡ്സിൻ്റെ ഒരു എനർജിയാണ്. ഇതിൽ
നിങ്ങൾ ഉണ്ടാക്കിയെടുത്ത കുറേ കാര്യങ്ങളും പ്രൊട്ടക്റ്റ് ചെയ്യാൻ നിങ്ങളൊന്ന് ബുദ്ധിമുട്ടുന്ന തരത്തിലുള്ളൊരു എനർജിയാണ്. അത് ചിലപ്പോൾ നിങ്ങളുടെ സൽപ്പേരാകാം, നിങ്ങൾ ചെയ്ത ഒരു പ്രോജക്റ്റ് ആകാം, അല്ലെങ്കിൽ നിങ്ങളുടെ വർക്ക് സംബന്ധമായിട്ടുള്ള എന്തെങ്കിലും കാര്യങ്ങളാവാം, അല്ലെങ്കിൽ നിങ്ങൾ ഉണ്ടാക്കി വെച്ച പൈസയാകാം. അതായത് ഇത് മറ്റാരെങ്കിലും ചിലപ്പോൾ നമ്മളിൽ നിന്ന് തട്ടിയെടുക്കാൻ വരുന്നൊരു അവസ്ഥയാണ്. അപ്പോൾ അത് നിങ്ങൾ മനസ്സിലാക്കി അത് പ്രൊട്ടക്റ്റ് ചെയ്യേണ്ട ഒരു ആവശ്യമുണ്ട് എന്ന് നിങ്ങൾ മനസ്സിലാക്കുന്നു എന്നുള്ളതാണ്. തീർച്ചയായിട്ടും ഇവിടെ നിങ്ങൾ വിട്ടുകൊടുക്കൂല എന്നൊരു തീരുമാനം ഈ ഒരു സമയം എടുക്കുന്നുണ്ട് എന്നുള്ളതാണ്. ഇത് ചിലപ്പോൾ നിങ്ങളുടെ പ്രിയപ്പെട്ട ആൾക്കാരെ വിട്ടുകൊടുക്കുന്നില്ല എന്നായിരിക്കാം, അല്ലെങ്കിൽ നിങ്ങളിലുള്ള പൈസ നിങ്ങൾ വിട്ടുകൊടുക്കുന്നില്ല എന്നായിരിക്കാം. അപ്പോൾ എന്തായാലും നിങ്ങളിവിടെ പൊരുതി മുന്നേറാൻ തയ്യാറായി നിൽക്കുന്നു എന്നാണ് കാണാൻ കഴിയുന്നത്. ശരിക്കും നിങ്ങൾ നിങ്ങളുടേതായ ആവശ്യങ്ങൾക്ക് വേണ്ടി പോരാടുന്ന ഒരു അവസ്ഥയാണ് ഇവിടെ കാണാൻ കഴിയുന്നത്. അപ്പോൾ ഇവിടെ നിങ്ങൾ തളർന്നിരിക്കാതെ നിങ്ങളുടെ നെഗറ്റീവ് ചിന്തകളൊക്കെ ഒന്ന് മാറ്റി ഒരു ആക്ഷൻ എടുക്കണം എന്നാണ് ഡിവൈൻ നിങ്ങൾക്ക് നൽകുന്ന ഒരു മെസ്സേജ്. പിന്നെ ഇവിടെ സണ്ണാണ്. അപ്പോൾ തീർച്ചയായിട്ടും നിങ്ങളുടെ ജീവിതത്തിൽ ഉണ്ടായിരുന്ന ആ ഒരു വലിയ ഇരുട്ട് മാറി ഒരു പുതിയ വെളിച്ചം വന്നെത്തുന്ന സമയമാണ്. തീർച്ചയായിട്ടും പുതിയ തുടക്കങ്ങൾ ഉണ്ടായിരിക്കും, പോസിറ്റിവിറ്റി ഒരുപാടുണ്ടായിരിക്കും എന്നുള്ളതാണ് കാണാൻ കഴിയുന്നത്. പുതിയ ഒരുപാട് കാര്യങ്ങൾ നിങ്ങളുടെ ജീവിതത്തിലേക്ക് വരുന്ന ഒരു എനർജിയാണിത്. അപ്പോൾ നിങ്ങളുടെ ഇൻഡ്യൂഷൻ സ്ട്രോങ് ആകും. നിങ്ങൾ വിചാരിക്കുന്ന കാര്യങ്ങൾ നിങ്ങൾക്ക് ഇൻഡ്യൂഷനായിട്ട് നിങ്ങൾക്ക് തരുന്നുണ്ട്. അപ്പോൾ തീർച്ചയായിട്ടും നിങ്ങൾക്ക് ഇൻഡ്യൂഷനായിട്ട് തരുന്ന കാര്യങ്ങളൊന്നും തന്നെ നിങ്ങൾ അവഗണിക്കാതിരിക്കുക. ഒരു സ്പെസിഫിക് ആയിട്ടുള്ള കാര്യത്തെക്കുറിച്ച് കൂടുതൽ പഠിക്കാൻ പറ്റുമെന്നുള്ളതാണ്. പിന്നെ നിങ്ങളുടെ ഇന്നർ ചൈൽഡ് ഹീലിംഗ് ഒക്കെ നടക്കുന്നു എന്നാണ് കാണാൻ കഴിയുന്നത്. അപ്പോൾ നിങ്ങൾക്ക് പാസ്റ്റിൽ ഉണ്ടായിരുന്ന, അതായത് നിങ്ങളുടെ ചൈൽഡ്ഹുഡിലൊക്കെ ഉണ്ടായിരുന്ന ആ ഒരു ഡ്രോമ, അത് ചിലപ്പോൾ നിങ്ങളുടെ സിബ്ലിങ്സിൽ നിന്നായിരിക്കാം, അല്ലെങ്കിൽ നിങ്ങളെ അബ്യൂസ് ചെയ്തതായിരിക്കാം, നിങ്ങളെ മാറ്റി നിർത്തിയതായിരിക്കാം. അപ്പോൾ ഇതൊക്കെ നമ്മുടെ കുഞ്ഞു മനസ്സിന് വളരെയധികം വേദനയായിട്ട് നിന്നിട്ടുണ്ടായിരിക്കാം. ഒരുപാട് വേദനകളായിട്ട് ഇപ്പോഴും നിലനിൽക്കുന്നുണ്ടാവാം. ചില ആൾക്കാർക്ക് ഇപ്പോഴും അത് ഹീലാകാതെ ഇങ്ങനെ നിങ്ങൾ വിചാരിച്ചുകൊണ്ടേയിരിക്കുന്നുണ്ടാവാം. അതായത് നിങ്ങൾക്ക് കിട്ടാത്തതും മറ്റുള്ളവർക്ക് കിട്ടിയതുമായിട്ടുള്ള ആ ഒരു കാര്യം, അത് ചിലപ്പോൾ ഡ്രസ്സാകാം, നല്ലൊരു കളിപ്പാട്ടമാകാം. അപ്പോൾ അതിനെക്കുറിച്ച് നിങ്ങൾ വെറുതെ ഇങ്ങനെ വേവലാതിപ്പെടുന്നുണ്ടാവാം. നിങ്ങൾക്ക് കിട്ടാത്ത ആ ഒരു സ്നേഹത്തെക്കുറിച്ചായിരിക്കാം ചിലപ്പോൾ നിങ്ങൾ ഓർത്ത് വിഷമിക്കുന്നത്. അപ്പോൾ ഇതൊക്കെ നിങ്ങൾ ഈ ഒരു സമയം ഹീല് ചെയ്യാതെ നിങ്ങളിൽ കിടക്കുന്നുണ്ടെങ്കിൽ, അപ്പോൾ നിങ്ങൾ ഈ ഒരു സമയം തീർച്ചയായിട്ടും ഹീല് ചെയ്ത് കളയണം എന്നുള്ളതാണ് ഇവിടെ നിങ്ങൾക്ക് നൽകുന്ന ഒരു മെസ്സേജ്. അപ്പോൾ ഇതിൽ നിങ്ങളുടെ ജീവിതത്തിൽ ഇനി തീർച്ചയായിട്ടും ഒരു സക്സസ് വരുന്നു എന്നാണ്. നിങ്ങൾക്ക് വിജയിക്കാൻ പറ്റുമെന്നുള്ള ആ ഒരു ഉറച്ച വിശ്വാസം തീർച്ചയായിട്ടും നിങ്ങൾക്ക് ഉണ്ടെന്നാണ് ഇവിടെ കാണാൻ കഴിയുന്നത്. അപ്പോൾ നിങ്ങൾ വളരെ ഉത്സാഹത്തോടു കൂടി ഇവിടെ നിങ്ങൾ മുന്നോട്ട് പോകുന്ന ഒരു സാഹചര്യമാണ് തീർച്ചയായിട്ടും കാണാൻ കഴിയുന്നത്. നിങ്ങൾക്ക് പൂർത്തിയാക്കാതെ പോയിട്ടുള്ള പല കാര്യങ്ങളും ഈ ഒരു സമയം പൂർത്തിയാക്കാൻ പറ്റുമെന്നുള്ളതാണ്. പിന്നെ ഇവിടെ 10 ഓഫ് സോഡ്സിന്റെ ഒരു എനർജിയാണ്. അപ്പോൾ ഇതിലും നിങ്ങൾ വളരെ സ്ട്രഗിൾ ചെയ്തിരുന്ന ആ ഒരു അവസ്ഥയിൽ നിന്നും നിങ്ങൾക്കൊന്ന് പുറത്തിറങ്ങി പോകാനുള്ളൊരു അവസരം ലഭിക്കുന്നു എന്നാണ് കാണാൻ കഴിയുന്നത്. നിങ്ങളുടെ ആ ഒരു സ്ട്രെസ്സും ടെൻഷനും ബാധ്യതകളും ഒക്കെ നിങ്ങൾ ചിലപ്പോൾ ഒരുപാട് അനുഭവിച്ചിട്ടുണ്ടായിരിക്കാം. ഈ ഒരു സമയം തീർച്ചയായിട്ടും അത്തരത്തിലുള്ള ആ ഒരു അവസ്ഥയ്ക്ക് ഒരു മാറ്റം വരുന്നു എന്നാണ്. നിങ്ങളുടെ ജീവിതത്തിൽ രക്ഷപ്പെടാനുള്ള അവസരം ഈ സമയം എത്തുന്നുണ്ട്. ശരിക്കും നിങ്ങളുടെ ആ ഒരു തോളിലുള്ള ഭാരമൊക്കെ നിങ്ങൾ ഇറക്കി വെക്കാൻ നിങ്ങൾക്ക് സാധിക്കുമെന്നുള്ളതാണ്. അപ്പോൾ നിങ്ങൾ കുറേ കാലമായി കൊണ്ടു നടന്ന ആ ഒരു കർമ്മഫലം നിങ്ങൾക്കിവിടെ റിലീസ് ചെയ്ത് കളയാൻ പറ്റുന്നു എന്നാണ് കാണാൻ കഴിയുന്നത്. ഇത് കുറേ ആൾക്കാർക്ക് ഒരു അഡിക്ഷൻ എൻഡ് ആകുന്നു എന്നാണ്. അത് ചിലപ്പോൾ റിലേഷൻഷിപ്പിലുള്ള ചില വ്യക്തികളോടുള്ള ആ ഒരു അഡിക്ഷനോ അല്ലെങ്കിൽ മറ്റെന്തെങ്കിലും. അപ്പോൾ അത്തരത്തിൽ ചില അഡിക്ഷൻസ് നിങ്ങൾക്ക് മനസ്സിലാകുന്നുണ്ട്. അതായത് ഈ ഒരു കാര്യമില്ലാതെ എനിക്ക് ജീവിക്കാൻ പറ്റില്ല എന്നൊക്കെ വിചാരിച്ചിരുന്ന ആൾക്കാർ എനിക്കിതില്ലാതെയും ജീവിക്കാൻ പറ്റുമെന്നുള്ളൊരു ചിന്ത ഈ സമയം നിങ്ങൾക്ക് വരുന്നു എന്നുള്ളതാണ്. അപ്പോൾ നിങ്ങൾ പ്രതീക്ഷിക്കാത്ത പല കാര്യങ്ങളും നിങ്ങളുടെ ജീവിതത്തിൽ സംഭവിക്കാൻ പോകുന്നു എന്നാണ്. അൺഎക്സ്പെക്റ്റഡ് ആയിട്ടുള്ള പല കാര്യങ്ങളും ഈ ഒരു സമയം നിങ്ങൾക്ക് എക്സ്പീരിയൻസ് ചെയ്യാൻ സാധിക്കുമെന്നുള്ളതാണ്. അതെല്ലാം തന്നെ നല്ല കാര്യങ്ങളാണ്.
അപ്പോൾ ഇതൊന്നും നിങ്ങൾക്ക് ദോഷമായിട്ടുള്ള ഒരു കാര്യമായിരിക്കില്ല. അപ്പോൾ തീർച്ചയായിട്ടും നിങ്ങളുടെ നന്മയ്ക്ക് വേണ്ടിയിട്ടുള്ള കാര്യങ്ങളാണ് അത്. അപ്പോൾ നിങ്ങൾക്ക് പുറത്തേക്ക് പോകാനുള്ള വാതിലുകളൊക്കെ നിങ്ങളുടെ മുന്നിൽ തുറന്നു കിടപ്പുണ്ട്. തീർച്ചയായിട്ടും ഒരു പുതു വെളിച്ചം തേടി നിങ്ങൾ ശുഭപ്രതീക്ഷയോടെ മുന്നോട്ട് പോകുന്നു എന്നാണ് ഇവിടെ കാണാൻ കഴിയുന്നത്. പിന്നെ ഇവിടെ 8 ഓഫ് വാൻസിൻ്റെ ഒരു എനർജിയാണ്. അപ്പോൾ തീർച്ചയായിട്ടും ഇതിലൊരു ട്രാവൽ കാണുന്നുണ്ട്. ചിലർക്ക് ഒരു ബിസിനസ് ട്രാവല് നിങ്ങൾ ചെയ്യുന്ന ഒരു സാഹചര്യമാണ് കാണാൻ കഴിയുന്നത്. ചിലപ്പോൾ നിങ്ങൾ വെയിറ്റ് ചെയ്ത ഒരു ട്രാവലായിരിക്കാം ഇത്. പിന്നെ നിങ്ങൾ ചെയ്യുന്ന കാര്യങ്ങളെല്ലാം അത് വളരെ സ്പീഡിൽ ഒരു തടസ്സവും ഇല്ലാതെ ഈ സമയം നിങ്ങൾക്ക് ചെയ്യാൻ പറ്റുമെന്നാണ് കാണാൻ കഴിയുന്നത്. അപ്പോൾ ഈ ഒരു സമയം നിങ്ങൾ ചെയ്യുന്ന കുറേ കാര്യങ്ങൾ നിങ്ങൾക്ക് പൂർത്തിയാക്കാൻ പറ്റുമെന്നുള്ളതാണ്. അല്ലെങ്കിൽ ഒരുപക്ഷെ നിങ്ങൾ പാസ്റ്റിൽ ചെയ്ത കാര്യങ്ങളാകാം അത് പൂർത്തിയാക്കാൻ പറ്റാതിരുന്ന കാര്യങ്ങളാണെന്നുണ്ടെങ്കിൽ ഈ ഒരു സമയം നിങ്ങളത് സ്പീഡിൽ ചെയ്ത് പൂർത്തിയാക്കുന്നു എന്നാണ് കാണാൻ കഴിയുന്നത്. ഒന്നിലധികം കാര്യങ്ങൾ നിങ്ങൾക്ക് ഈ സമയം ചെയ്യേണ്ടി വരും. ചിലപ്പോൾ മറ്റുള്ളവരുടെ കാര്യങ്ങൾ കൂടി നിങ്ങൾ ഏറ്റെടുത്ത് നടത്തേണ്ടി വരും. മാത്രമല്ല നിങ്ങൾ സ്റ്റോപ്പ് ചെയ്തിരുന്ന 1, 2, 3 കാര്യങ്ങൾ ഈ സമയം നിങ്ങൾ ചെയ്ത് തീർക്കേണ്ട ഒരു അവസ്ഥയുണ്ടാകും എന്നാണ്. അപ്പോൾ എന്തായാലും ഒരു വിജയമാണ്. മനസ്സിൽ ഒരുപാട് സാറ്റിസ്ഫാക്ഷൻ തോന്നും. അതായത് എനിക്കിതൊക്കെ ചെയ്യാൻ പറ്റിയല്ലോ എന്നാലോചിച്ച് ഒരു സന്തോഷവും ഒരു സാറ്റിസ്ഫാക്ഷനും ഒക്കെ നിങ്ങൾക്ക് തോന്നുന്നു എന്നാണ് കാണാൻ കഴിയുന്നത്. പിന്നെ ഇവിടെ ഈഗോ വന്നിട്ടുണ്ട്. അപ്പോൾ ഇതിലൊരു ഇല്യൂഷൻ വേൾഡിലായിരിക്കുന്ന ആൾക്കാർ അത് പൂർണ്ണമായും വിട്ടുകളയണം എന്നാണ്. ആവശ്യമില്ലാത്ത ഈഗോ കൊണ്ട് നടക്കുന്ന ആൾക്കാർ, ചില ആവശ്യമില്ലാത്ത ചിന്തകൾ കൊണ്ട് നടക്കുന്ന ആൾക്കാർ അത് വേണ്ടാന്ന് വെക്കുക. നമ്മളെപ്പോഴും ഗ്രൗണ്ടഡ് ആയിട്ടിരിക്കണം. ആവശ്യമില്ലാത്ത എന്തെങ്കിലും കാര്യങ്ങളൊക്കെ നിങ്ങൾ കൊണ്ട് നടക്കുന്നുണ്ടെങ്കിൽ അത് നിങ്ങൾ കട്ട് ചെയ്ത് കളയുക എന്നാണ്. ഇപ്പോൾ നിങ്ങൾക്ക് തടസ്സമായി നിൽക്കുന്നത് അല്ലെങ്കിൽ നിങ്ങളുടെ സന്തോഷങ്ങളൊക്കെ ഇല്ലാതാക്കുന്നത് നിങ്ങളുടെ തന്നെ എന്തെങ്കിലും ഹാബിറ്റ്സ് അല്ലെങ്കിൽ ഒരു അഡിക്ഷൻസ് ആയിരിക്കാം. അത് ചിലപ്പോൾ റിലേഷൻഷിപ്പിലുള്ള എന്തെങ്കിലും ഒന്നാവാം, അല്ലെങ്കിൽ മറ്റെന്തെങ്കിലും ആവാം. അപ്പോൾ ഇതൊക്കെ ശരിക്കും നമ്മുടെ മുന്നോട്ടുള്ള വളർച്ചയെ ബ്ലോക്ക് ചെയ്യുന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും അത് നിങ്ങൾ ആലോചിച്ച് അതിലൊരു തീരുമാനമെടുക്കുക എന്നുള്ളതാണ്. അതായത് ഈ ഒരു കാര്യമാണ് എൻ്റെ വളർച്ചയ്ക്ക് തടസ്സമായി നിൽക്കുന്നത് എന്ന് കരുതി അത് നിങ്ങൾ കട്ട് ചെയ്ത് കളയുക. ചിലപ്പോൾ അത് ഒരു മദ്യപാനമോ അല്ലെങ്കിൽ മറ്റെന്തെങ്കിലും ഹാബിറ്റ്സ് ആയിരിക്കാം. അപ്പോൾ തീർച്ചയായിട്ടും നിങ്ങളുടെ ഹാപ്പിനെസ് എന്താണോ അത് തീർച്ചയായിട്ടും നിങ്ങളിവിടെ കണ്ടെത്താൻ ശ്രമിക്കുക എന്നാണ് നിങ്ങൾക്ക് നൽകുന്ന ഒരു മെസ്സേജ്. പിന്നെ ഇവിടെ പേജ് ഓഫ് വാൻസിൻ്റെ ഒരു എനർജിയാണ്. തീർച്ചയായിട്ടും ഇതിലൊരു പുതിയ തുടക്കമാണ്. നിങ്ങൾ എന്തൊക്കെയോ കാര്യങ്ങൾ പുതിയതായിട്ട് തുടങ്ങാൻ ആഗ്രഹിക്കുന്നു എന്നാണ്. ചിലപ്പോൾ നിങ്ങൾ സ്റ്റോപ്പ് ചെയ്ത എന്തൊക്കെയോ കാര്യങ്ങളാവാം. അത് വീണ്ടും നിങ്ങളിവിടെ റീസ്റ്റാർട്ട് ചെയ്യുന്ന ഒരു എനർജിയാണ് കാണാൻ കഴിയുന്നത്. അപ്പോൾ നിങ്ങൾ ക്രിയേറ്റീവായിട്ടുള്ള ഒരു പുതിയ കാര്യം ഇവിടെ തുടങ്ങുന്നു എന്നാണ് കാണുന്നത്. ശരിക്കും പുതിയ സാധ്യതകൾ നിങ്ങളെ തേടി വരുന്നുണ്ട്, അല്ലെങ്കിൽ സാധ്യതകളെ നിങ്ങൾ തേടി പോകുന്നു എന്നുള്ളതാണ്. മാത്രമല്ല ഇവിടെ നിങ്ങളുടെ ക്രിയേറ്റിവിറ്റി മറ്റുള്ളവർ അറിയാനുള്ളൊരു സാധ്യത കൂടി കാണുന്നുണ്ട്. ഇതുവരെ ചിലപ്പോൾ നിങ്ങൾ എന്തെങ്കിലും സ്കില്ലൊക്കെയുള്ള ആൾക്കാരാണ് എന്നുണ്ടെങ്കിൽ മറ്റുള്ളവർക്ക് അത് മനസ്സിലായില്ല എന്നുണ്ടെങ്കിൽ ഈ ഒരു സമയം നിങ്ങൾക്ക് ഒരുപാട് കഴിവുകളുണ്ട് എന്ന് മറ്റുള്ളവർക്ക് മനസ്സിലാകുന്നു എന്നാണ് നമുക്കിവിടെ കാണാൻ കഴിയുന്നത്. ശരിക്കും നിങ്ങൾ എന്താണോ ചെയ്തിരുന്നത് ആ ചെയ്തിരുന്ന കാര്യം ഫിനിഷ് ചെയ്യാൻ ഈ ഒരു സമയം നിങ്ങൾക്ക് സാധിക്കുമെന്നുള്ളതാണ്. അപ്പോൾ അത്തരത്തിലൊരു എനർജിയാണ് ഈ ഒരു സമയം നിങ്ങൾക്കുള്ളത്. അതായത് നിങ്ങൾ ചെയ്യുന്ന കാര്യങ്ങളൊക്കെ വളരെ ഭംഗിയായിട്ട് ഫിനിഷ് ചെയ്യാൻ നിങ്ങൾക്ക് സാധിക്കുന്നു എന്നാണ് ഇവിടെ കാണാൻ കഴിയുന്നത്. ഓക്കെ, അപ്പോൾ ഇതാണ് ഇന്നത്തെ റീഡിങ്.